കേരളത്തിലെ ഏറ്റവും വലിയ CPM നഗരമായ പയ്യന്നൂർ CPM വിമതരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവർ കൈയടക്കിയിരിക്കുന്നു. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. CPM പറയുന്നത് മാത്രം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്തിരുന്ന ഒരു നഗരവും അവിടുത്തെ ജനങ്ങളും ഇന്നു മുതൽ വിമതരെ കേട്ടു തുടങ്ങുമെന്ന വെപ്രാളത്തിൽ ഏതക്രമത്തിനും CPM മുതിരുമെന്ന രഹസ്യ റിപ്പോർട്ടിനെ തുടർന്ന് വലിയ പോലീസ് സന്നാഹത്തോടെയാണ് പുസ്തക പ്രകാശനം നടന്നിരിക്കുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തലക്കെട്ടിലാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് ജോസഫ് സി മാത്യുവാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ പങ്കെടുക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. അതായത് പയ്യന്നൂർ പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്രയുമധികം ആളുകൾ കൂടിച്ചേരണമെങ്കിൽ, അതും ആ ഗാന്ധി പാർക്ക് മൈതാനി കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു ശക്തമായ പോലീസ് സന്നാഹത്തിൽ നടക്കുന്ന ഒരു പരിപാടി, അതിൽ CPM വിമതർ തിങ്ങി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നടന്നിരിക്കുന്ന ഒരു പുസ്തക പ്രകാശനം, പയ്യന്നൂരിൻ്റെ ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ CPMനെതിരെയുള്ള ഒരു വികാര പ്രകടനം, അതാണ് ഈ സായം സന്ധ്യ നേരത്ത് കണ്ടിരിക്കുന്നത്. നിരവധി പേർ കുഞ്ഞികൃഷ്ണന് കൈകൊടുക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി അറിയാം, CPMനെ അല്ല അവർ എതിർക്കുന്നത്, CPMലെ ഇന്നത്തെ മോഷ്ടാക്കളായ നേതൃത്വത്തെയാണ് പടിയടച്ച് പിണ്ണം വെക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങ് അവർ നടത്തിയത്. ഏതെല്ലാം വിധത്തിൽ ഈ ചടങ്ങിനെ തകർക്കാൻ കഴിയുമോ അതെല്ലാം CPM നോക്കിയിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങ് തന്നെ മാറ്റിവെച്ചു എന്ന് നവമാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുകയായിരുന്നു CPM നേതൃത്വം കുറച്ച് ദിവസങ്ങളായി. അത് വി കുഞ്ഞികൃഷ്ണൻ സ്വാഗത പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നു. സദസ്സിന് മുന്നിൽ വന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അശ്ലീല സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നും ഗീബൽസിയൻ തന്ത്രങ്ങൾ പുതിയ കാലത്തും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ CPM നേതൃത്വം നടത്തുന്നത് എന്നും കുഞ്ഞികൃഷ്ണൻ ആഞ്ഞടിച്ചപ്പോൾ അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തഴച്ചു വളർന്ന മോഷണ സംഘത്തിനെതിരെയുള്ള ഒരു വികാര പ്രകടനം അതിൻ്റെ കേന്ദ്രമായി പയ്യന്നൂർ മാറി എന്നുള്ളതാണ് സത്യം. VS അച്യുതാനന്ദൻ പറഞ്ഞതിന് സമാനമായ കാര്യങ്ങളാണ് ഇവിടെ കുഞ്ഞികൃഷ്ണനും പറയുന്നത് എന്ന് ജോസഫ് സി മാത്യു പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. സത്യത്തിനൊപ്പം നിൽക്കും എന്നതിൻ്റെ പേരിലാണ് VS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പുറത്താക്കിയത്. എന്നാണ് കമ്മ്യൂണിസവും സത്യവും രണ്ടായി മാറിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജോസഫ് സി മാത്യു അവിടെ പ്രസംഗിച്ചത്. പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എന്നു മുതലാണ് ഈ പാർട്ടി ഏറ്റെടുത്തത് എന്നും അതെങ്ങനെയാണ് പാർട്ടിക്ക് ആ ബാധ്യത വരുന്നത് എന്നും ജോസഫ് സി മാത്യു ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പയ്യന്നൂരിലെ CPM വിമതർ അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊന്നും കൊലവിളിച്ചു നടക്കുന്ന പുതിയ ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെ അല്ലെങ്കിൽ CPM നേതൃത്വത്തെ വെറുത്തുപോയ ഒരു സമൂഹമാണ് ഇന്ന് പയ്യന്നൂരിലെ ഗാന്ധി പാർക്ക് മൈതാനിയിൽ തമ്പടിച്ചത്. തങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു MLA തങ്ങളുടെ പ്രിയങ്കരനായ ഒരു രക്തസാക്ഷിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് അതിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചു പോയ ഒരു കഥ, അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്ക് മൈതാനിയിൽ എത്തിച്ചേർന്നത്. CPM പ്രവർത്തകർ ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് കാണിച്ച് കുഞ്ഞികൃഷ്ണൻ നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങിന് വലിയ സുരക്ഷ അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടുമുണ്ട്. 2 ദിവസമായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കുഞ്ഞികൃഷ്ണനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ നേരിട്ടിറങ്ങി നടന്നിട്ടും പയ്യന്നൂർ നഗരത്തിലൂടെ നടന്ന് പ്രസംഗിച്ചിട്ടും കുഞ്ഞികൃഷ്ണനെ തീർത്തുകളയുമെന്ന് സൂചന നൽകിയിട്ടും ആ ഭീഷണിക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് പയ്യന്നൂരിൽ കണ്ട ജനാവലി. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. 2 ദിവസം മുമ്പ് പോലീസിൽ നിന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് എന്നോട് അന്വേഷിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല, അത് നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും എന്ന് സൂചിപ്പിച്ചു. അന്ന് തന്നെ ഉച്ചയോടുകൂടി 2-3 മാധ്യമ പ്രവർത്തകർ
എന്നെ വിളിച്ച് ഇതേ കാര്യം അന്വേഷിച്ചു. ചോദിക്കാൻ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായി പ്രചരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് അവരും സൂചിപ്പിച്ചു. വൈകുന്നേരമാകുമ്പോൾ സുഹൃത്തുക്കളിൽ പലരും വിളിയോട് വിളിയാണ്, ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ്. അങ്ങനെ മാറ്റിവെക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല, മാറ്റിവെക്കാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല. ഈ പ്രകാശന ചടങ്ങിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടം മുതൽ പയ്യന്നൂരിൽ ഒരു സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോ അത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നെ അനുകൂലിക്കുന്ന, ഇപ്പോ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസിഡന്റിന്റെ ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പൂർണ്ണമായും ആ ബൈക്ക് കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഏത് വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുകയാണ്. ഇന്നലെ വെള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. വെള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണശ്ശേരി ഉത്സവ സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വെള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ പകൽ കോറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ട ചില ആളുകൾ പോയി, ഇത് നടത്താൻ പറ്റില്ല, ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിനു മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത
വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സാധിക്കത്തക്ക നിലയിലുള്ള തനി കള്ളത്തരങ്ങൾ, അസത്യം പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണ് എങ്കിൽ ഫാസിസത്തിന്റെ പഴയ കാലത്തെ അന്ത്യത്തോടുകൂടി, പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്തെ പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചടങ്ങിന് ശേഷം പറയാനുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ജോസഫ് സി മാത്യുവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ വി എസ് അനിൽകുമാറിനെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. Zindabad!